നമ്മൾ അടുത്തൊരു നാടൻ പാട്ടിലേക്കാ പോകുന്നത്. ഏതാ സ്കൂള്? രാവണീശ്വരം, കാസർഗോഡ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കാട്ടുനായ്ക്കരുടെ തോട്ടിയാട്ടപ്പാട്ട്. ഒന്നും കേട്ടില്ല. കാട്ടുനായ്ക്കരുടെ തോട്ടിയാട്ടപ്പാട്ട്, നാടൻ പാട്ട്. അപ്പൊ ഗംഭീരമാക്കി കേട്ടോ. ഓക്കെ, പൊളിച്ചോ. സൂപ്പർ. പാട്ട് പഠിപ്പിച്ച ആരാ പാട്ട് പഠിപ്പിച്ചേ? രവി. എവിടെ പുള്ളി എവിടെ? കാസർഗോഡ്. വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, സംഭവം സൂപ്പറായി അല്ലേ? ഇതെന്താ സാധനം? ഗുരുടെ. ഓക്കെ. അപ്പൊ ഇത് എത്ര നാൾ പഠിച്ചു? 2 മാസം. 2 മാസം കൊണ്ട് പഠിച്ചെടുത്തു. അപ്പൊ നിങ്ങളിപ്പോ പ്ലസ് ടു അതോ? 9ാം ക്ലാസ്. 9, 8. അപ്പൊ 2-3 വർഷം കൂടെ വരാൻ പറ്റും. അപ്പൊ 2-3 വർഷം കൂടെ വീണ്ടും സംസ്ഥാനം വരും. ഉറപ്പല്ലേ? വരും, ഉറപ്പാ? ഇത് എ ഗ്രേഡ് കിട്ടിയോ? റിസൾട്ട് വന്നു. എ ഗ്രേഡ് കിട്ടി. പൊളിച്ചു. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതാണെങ്കിൽ ഇത് ഈ പാട്ടിന്റെ വരവെങ്ങനാ? അറിയോ? തോട്ടിയാട്ട് പാട്ടാണത്. അത് വയനാട്ടിലെ കാട്ടുനായ്ക്കരുടെ പാട്ടാണത്. അത് ഇത്തവണ അങ്ങനെ ഈ നമ്മുടെ ഈ ഗോത്ര സംസ്കാരത്തിന് കൊണ്ടുവരാൻ കൂടുതലായിട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് നല്ലൊരു നീക്കമല്ലേ? ഗംഭീരമായി. ഗുരുവുണ്ടായി, രവി വാണിയമ്പാറ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗുരുവുണ്ടായി. ഗുരുവിന്റെ ശിക്ഷണത്തിലാണ് ഇവര് പാടി. ഓക്കെ. ചേട്ടാ നമസ്കാരം. എന്തുണ്ട്? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇന്നലെ ഗംഭീരമാക്കി. അപ്പൊ ഇന്ന് പുതിയ സ്റ്റെപ്പ് വല്ലതും ഉണ്ടോ? സ്റ്റെപ്പ് ഇന്നില്ല, നാളെയാ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുന്നില്ല കണ്ണൂരേക്ക്. ഉറപ്പാ? കണ്ണൂരിൽ നിന്ന് വന്നല്ല ഞാൻ. ഇവിടെ തൃശ്ശൂരും കണ്ണൂർ ഇഞ്ചോടിഞ്ചാ പോരാട്ടം. ഒന്നുമില്ല, അത് കണ്ണൂര് വരും. ഉറപ്പാണ്? പിന്നെന്താ, 2 പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അത് കേറി വരും കണ്ണൂര്. ഉറപ്പാ? പിന്നെ ഒരു പാട്ട് വെക്കാം. 2 ഡാൻസ് പിടിയ. ഞാനും വരാന്ന്. ഞാനും കൂടാന്ന്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു. ചേട്ടന്റെ ഡാൻസിന് വേണ്ടി ഒരുപാട് പ്രേക്ഷകർ ചോദിക്കും. അതുകൊണ്ടാ? കുഴപ്പമില്ല. കുഴപ്പമുണ്ട്.